ബാബിലോൺ വിപ്രവാസത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന ഇസ്രായേൽ മക്കൾ. അവരെക്കുറിച്ച് ബാറൂക്കിന്റെ പുസ്തകം 2:25 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ ക്ഷാമവും വാളും പകർച്ചവ്യാധിയും കൊണ്ടുള്ള കഠിനയാതനകളാൽ നശിച്ചു. പഴയ നിയമപ്രവാചക ഗ്രന്ഥങ്ങളിൽ പലയാവർത്തി ഒന്നിച്ചു കുറിച്ചിട്ടുള്ള വാചകങ്ങളാണ് വാൾ അഥവാ യുദ്ധം, ക്ഷാമം, പകർച്ചവ്യാധി എന്നിവ. ദൈവകൽപ്പനകൾ ലംഘിക്കുമ്പോൾ ഇവ മൂന്നും ഒന്നിനു പിറകെ ഒന്നായി ജനത്തിന് പ്രഹരമേൽപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിലും ഇതിന് മാറ്റം വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധം. അന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം ലോകമാകമാനം പടർന്ന ഉഗ്രയുദ്ധം. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന 1917 മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് പരിശുദ്ധ അമ്മ പോർച്ചുഗലിലെ ഫാത്തിമയിലെ 3 ഇടയ ബാലകർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. Who are you? Where do you come from? I come from heaven. Are you seriously from heaven? Will I go to heaven? Pray the rosary every day to bring peace to the world. ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട അമ്മ ബാലകരോട് യുദ്ധം ഉടനെ അവസാനിക്കുമെന്നും പട്ടാളക്കാർ ഭവനങ്ങളിലേക്ക് മടങ്ങുമെന്നും വെളിപ്പെടുത്തി. എന്നാൽ ജനം ദൈവത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ഇതിലും ഭീകരമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നും മുന്നറിയിപ്പ് നൽകി. പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ 1918 നവംബറിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് പരിസമാപ്തിയായി. പട്ടാളക്കാർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി. എന്നാൽ യുദ്ധത്തിന്റെ പരിണിത ഫലമായി ലോകരാജ്യങ്ങളെ കടുത്ത ക്ഷാമം പിടികൂടി. അനേകർ പട്ടിണി മൂലം മരണമടഞ്ഞു. അവിടെയും തീർന്നില്ല. ലോകമഹായുദ്ധത്തിന്റെ ആഘാതത്തിൽ നിന്ന് ലോകം കരകയറുന്നതിനു മുൻപ് സ്പാനിഷ് ഫ്ലൂ എന്ന പകർച്ചവ്യാധി അതിന്റെ മരണതേരോട്ടം തുടങ്ങിയിരുന്നു. 1918 രോഗത്തിന്റെ തുടക്കം. ഉദ്ഭവം എവിടെയെന്ന് ഇന്നും വ്യക്തമല്ലെങ്കിലും ലോകം അതിന് നൽകിയ പേര് സ്പാനിഷ് ഫ്ലൂ എന്നായിരുന്നു. പുതിയൊരു തരം പകർച്ചപ്പനിയുടെ വ്യാപനവും അതുമൂലമുണ്ടാകുന്ന മരണവും സ്പാനിഷ് പത്രങ്ങളിലൂടെയാണ് ആദ്യം പുറത്തുവന്നത്. അതാണ് അത്തരമൊരു പേര് ഈ പകർച്ചവ്യാധിക്ക് ചാർത്തിക്കിട്ടാൻ കാരണം. ലോകജനസംഖ്യയുടെ 1/4 ഭാഗത്തെ ബാധിച്ച സ്പാനിഷ് ഫ്ലൂ ഇന്ത്യയിൽ മാത്രം 1.5 കോടി ജനങ്ങളുടെ ജീവനെടുത്തു. ലോകത്താകമാനം 50 കോടി ആളുകൾക്കാണ് രോഗം ബാധിച്ചത്. 10 കോടി മരണങ്ങളുണ്ടായെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ പൂർവികർ ഇവയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പഞ്ഞം, പട, വസന്ത ഇവ മൂന്നും ലോകത്തെ ഞെരുക്കി. തുടർന്നുള്ള വർഷങ്ങളിൽ അടിക്കടിയുണ്ടായ ഭൂകമ്പങ്ങൾ ലോകത്തെ വിറപ്പിച്ചു. അധികം വൈകാതെ തന്നെ 1939 6 വർഷം നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധം ലോകത്തെ ഗ്രസിച്ചു.
ലൂക്ക 21:11 ഇപ്രകാരമാണ്: വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. കർത്താവിന്റെ ആഗമനത്തിന് മുന്നോടിയായി ഇവ സംഭവിക്കും. യുദ്ധങ്ങൾ, ക്ഷാമം, പകർച്ചവ്യാധികൾ ഇവയെല്ലാം കാലത്തിന്റെ അടയാളങ്ങളാണ്. എന്നാൽ ഇവിടെ പറഞ്ഞു വരുന്നത് പകർച്ചവ്യാധികളെക്കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുന്നോടിയായി ലോകത്ത് വെളിപ്പെടുന്ന പ്രധാന അടയാളങ്ങളിലൊന്നായ പകർച്ചവ്യാധികളെക്കുറിച്ച്. പകർച്ചവ്യാധികൾക്ക് യേശുവിന്റെ ദ്വിതീയ ആഗമനവുമായി ബന്ധമുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരം. ലോകചരിത്രത്തിൽ പലതവണ ആവർത്തിച്ചിട്ടുള്ളതും അനേകരുടെ ജീവനെടുത്തിട്ടുള്ളതുമായ അനേകം പകർച്ചവ്യാധികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും മറ്റൊരു കാലഘട്ടത്തിലും കാണാത്ത വിധത്തിൽ ഒന്നിനു പിറകെ ഒന്നായി പകർച്ചവ്യാധികൾ നമ്മെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. നിപ്പ, ചിക്കൻഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, തക്കാളിപ്പനി എന്നിങ്ങനെ അനേകം പകർച്ചവ്യാധികൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഒടുവിലിതാ കോവിഡ് മഹാമാരിയും. ഈ പകർച്ചവ്യാധികൾ വിശുദ്ധ ബൈബിളിൽ സൂചിപ്പിക്കുന്ന കാലത്തിന്റെ അടയാളമായി ദൈവജനം തിരിച്ചറിയുമ്പോൾ മാത്രമേ ഇതിന്റെ അർത്ഥവ്യാപ്തി പിടികിട്ടുകയുള്ളൂ. കാലം അതിന്റെ അന്ത്യത്തോടടുക്കുമ്പോൾ ലോകവ്യാപകമായുണ്ടാകുന്ന കാലത്തിന്റെ അടയാളങ്ങളിലൊന്നാണ് പകർച്ചവ്യാധികൾ. ലോകചരിത്രത്തിൽ പകർച്ചവ്യാധികൾ എല്ലാ കാലവും ഉണ്ടായിട്ടില്ലേ? തീർച്ചയായുമുണ്ട്. വിവിധ കാലഘട്ടങ്ങളിൽ യൂറോപ്പിനെ ബാധിച്ച പ്ലേഗ് ലോകമഹായുധങ്ങളെക്കാൾ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. മൂന്ന് തവണ യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചു. AD 542 ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലത്ത് 50 ലക്ഷം ജനങ്ങളെ റോമിൽ നിന്ന് പ്ലേഗ് അപ്രത്യക്ഷരാക്കി. 20 കോടി മനുഷ്യരെ ഇല്ലായ്മ ചെയ്തു. 1346 മുതൽ 1376 വരെയുള്ള കാലഘട്ടത്തിൽ യൂറോപ്പിലും മധ്യേഷ്യയിലും പടർന്നു പിടിച്ച ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ബ്യൂബോണിക് പ്ലേഗ് 20 കോടി മനുഷ്യരെ ഇല്ലായ്മ ചെയ്തു. 1520 പടർന്നു പിടിച്ച വസൂരി 5 കോടി ജീവൻ കവർന്നു. പശ്ചിമ യൂറോപ്പിനെ വിറപ്പിച്ച് 1 ലക്ഷത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ മഹാവ്യാധിയായിരുന്നു ഗ്രേറ്റ് പ്ലേഗ് ഓഫ് മാഴ്സേ. 1720 ഫ്രാൻസിലെ മാഴ്സയിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ പ്ലേഗ് ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കയിലും പടർന്നു പിടിച്ചു. കോളറ ആദ്യമായി ഏഷ്യൻ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചത് 1820 കൊൽക്കത്തയിൽ നിന്നായിരുന്നു ഇതിന്റെ തുടക്കം. 1 ലക്ഷത്തിലധികം പേർ കോളറ ബാധിച്ചു മരണത്തിന് കീഴടങ്ങി എന്നാണ് കണക്ക്. രണ്ടാമത് കോളറ പൊട്ടിപ്പുറപ്പെട്ടത് 1829 യൂറോപ്പിലും അമേരിക്കയിലുമായിരുന്നു. മൂന്നാം വ്യാപനമുണ്ടായ 1852 ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടന്നത്. 1 കോടി പേർ മൂന്നാം വ്യാപനത്തിൽ മരണത്തിന് കീഴടങ്ങി. പഴയ നിയമഗ്രന്ഥത്തിലും ജനങ്ങളെ പകർച്ചവ്യാധികൾ പിടികൂടിയതായി കാണാൻ കഴിയും. ജനത്തെ അനുതാപത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകളായിരുന്നു ബൈബിളിൽ നാം കാണുന്ന പകർച്ചവ്യാധികൾ. ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ദൈവം മോശയിലൂടെ പ്രവർത്തിച്ചു. ഓരോ അടയാളങ്ങളിലൂടെയും ദൈവം ഫറവോയോട് സംസാരിക്കുന്നുണ്ട്.
എന്നാൽ ഓരോ തവണയും ഫറവോ തന്റെ ഹൃദയം കൂടുതൽ കഠിനമാക്കിക്കൊണ്ടിരുന്നു. മഹാമാരികൾ മൂലം ഈജിപ്തിലെ മൃഗങ്ങൾ ചത്തൊടുങ്ങി. മനുഷ്യരുടെ മേൽ വ്രണങ്ങൾ നിറഞ്ഞു. അവസാന മഹാമാരിയിൽ ഈജിപ്തിലെ ആദ്യജാതരെല്ലാം വധിക്കപ്പെട്ടു. സംഹാരദൂതൻ ആ രാത്രി ഈജിപ്തിലൂടെ കടന്നുപോയി. ഫറവോയും അവന്റെ സേവകരും ഈജിപ്തുകാർ മുഴുവനും രാത്രിയിൽ ഉണർന്നിരുന്നു. ഈജിപ്തിൽ നിന്ന് വലിയ നിലവിളി ഉയർന്നു. കാരണം ഒരാളെങ്കിലും മരിക്കാത്തതായി ഒരു വീട് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ അഭിഷിക്തരായ മോശയ്ക്കും അഹ്റോനുമെതിരെ ഇസ്രായേൽ ജനം പിറുപിറുത്തപ്പോൾ ആരംഭിച്ച മഹാമാരി അഹ്റോന്റെ പാപപരിഹാര പ്രവൃത്തിയാലാണ് നിലച്ചത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മഹാമാരികളെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. സങ്കീർത്തനങ്ങൾ 106:29 ഇങ്ങനെ വായിക്കുന്നു: അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിന്റെ കോപം ജ്വലിപ്പിച്ചു. അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചു. ഫിനെഹാസിന്റെ ഇടപെടൽ മൂലം ആ മഹാമാരി ശമിച്ചു. നമ്മുടെ പ്രവൃത്തികൾ പകർച്ചവ്യാധിയെ കൊണ്ടുവരാം, എന്നാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ഇത്തരം വ്യാധികളെ തടഞ്ഞു നിർത്തും. യേശുവിന്റെ കാലത്ത് കുഷ്ഠമെന്ന പകർച്ചവ്യാധി ബാധിച്ചവരെ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരായി കരുതിയിരുന്നു. ഈ പകർച്ചവ്യാധി ബാധിച്ചവർക്ക് പൊതുസ്ഥലങ്ങളിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. എന്നാൽ യേശു ഏറെ അനുകമ്പയോടെയാണ് അവരെ കണ്ടത്. അനേകം കുഷ്ഠരോഗികളെ തന്റെ പരസ്യ ജീവിതകാലത്ത് യേശു സുഖപ്പെടുത്തിയതായി പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പകർച്ചവ്യാധികൾ ലോകത്തെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും നാം ഇന്ന് കാണുന്ന വിധത്തിൽ ലോകവ്യാപകമായി ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ കാലത്തിന്റെ അടയാളമാണ്. സാർസ്, മെർസ്, എബോള, സിക്ക തുടങ്ങി പല പകർച്ചവ്യാധികളും ഈ കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ടവയാണ്. ഇതിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ പിടിച്ചുകുലുക്കിയ എബോള മനുഷ്യരിലും മറ്റു മൃഗങ്ങളിലും പടരുന്ന ഒരുതരം പനിയാണ്. സൗത്ത് സുഡാനിലെ നാസാരയിലും റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ യാംബുകുയിലുമാണ് വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. 2014 മാർച്ച് 3 എബോളയെ ഒരു രോഗമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കുന്നത്. കോങ്കോയിലെ ഒരു നദിയുടെ പേരാണ് എബോള. ഈ നദിയുടെ സമീപ ഗ്രാമത്തിലാണ് എബോളയുടെ തുടക്കം. രക്തം, ശരീരസ്രവങ്ങൾ, ത്വക്ക് എന്നിവയിലൂടെ എബോള ഫീവർ പകരുന്നു. എബോള വൈറസ് ബാധിതർ രോഗം ഭേദമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. രക്തസ്രാവമുണ്ടാക്കുന്ന വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന എബോള വൈറസ് രോഗിയെ വളരെ വേഗത്തിൽ മരണത്തിലേക്ക് എത്തിക്കും. 25% മുതൽ 90% വരെയാണ് മരണസാധ്യത. പന്നികളുമായി അടുത്തിടപഴകുന്നവരിലൂടെ മനുഷ്യരിലേക്ക് വ്യാപിക്കുന്ന പകർച്ചവ്യാധിയാണ് സ്വൈൻ ഫ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്ന പന്നിപ്പനി. അമേരിക്കയിലെ കാലിഫോർണിയയിൽ 2009 മനുഷ്യരിൽ ഈ വൈറസിനെ കണ്ടെത്തിയത്. H1N1 വൈറസുകളാണ് രോഗവാഹകർ. വായുവിലൂടെ പകരുന്ന ഈ പകർച്ചവ്യാധി മൂലം 5,75,000 പേർ മരണപ്പെട്ടു. അമേരിക്കയിൽ 12,000-ഉം ഇന്ത്യയിൽ 1,000-ലേറെയും മരണമാണ് പന്നിപ്പനി മൂലം റിപ്പോർട്ട് ചെയ്തത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലാണ് എയ്ഡ്സ് എന്ന മാരകരോഗം മനുഷ്യ സമൂഹത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയത്.
ആദ്യം ആരും അതിനെ ഗൗനിച്ചില്ലെങ്കിലും പിന്നീടത് ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിന്റെ രോഗമായ എയ്ഡ്സ് മൂലം ഇതുവരെ 3.5 കോടിയിലധികം പേർ മരണത്തിന് കീഴടങ്ങി. ഇപ്പോഴും ശരാശരി 16 ലക്ഷം പേർ വർഷം തോറും HIV മൂലം മരണമടയുന്നു. ആഫ്രിക്കൻ വൻകരയിലാണ് ഈ രോഗം മൂലം കൂടുതൽ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സബ്സഹാറ ആഫ്രിക്കയിൽ 5 പുരുഷന്മാരിൽ ഒരാൾക്ക് വീതം എയ്ഡ്സ് പിടിപെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ആഫ്രിക്കയാണ് എയ്ഡ്സ് വ്യാപനത്തിൽ മുൻപന്തിയിലുള്ളതെങ്കിലും വരുംകാലങ്ങളിൽ ഏഷ്യ ആ സ്ഥാനം കരസ്ഥമാക്കിയേക്കാമെന്ന അപകടകരമായ മുന്നറിയിപ്പുമുണ്ട്. എയ്ഡ്സ് രോഗം തെറ്റായ ലൈംഗിക ബന്ധം കൊണ്ടും രോഗബാധയുള്ള വ്യക്തികളിൽ നിന്ന് രക്തം സ്വീകരിക്കുമ്പോഴും അവർ ഉപയോഗിച്ച സിറിഞ്ച് മറ്റൊരാൾ വീണ്ടും ഉപയോഗിക്കുന്നത് വഴിയും വരാം. അമ്മയിൽ നിന്ന് നേരിട്ടും മുലപ്പാലിലൂടെയും കുഞ്ഞിലേക്കും ഈ രോഗം കടന്നുവരാം. ഇന്ന് ലോകത്തുള്ള 3 കോടി HIV ബാധിതരിൽ 18 ലക്ഷം പേരും കുട്ടികളാണ്. രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്ന ഈ രോഗം വഴി രോഗിയെ ബാധിക്കുന്ന ചെറിയൊരു ജലദോഷം പോലും ഒരുപക്ഷെ മാരകമായ അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം. 2019 ഡിസംബർ അവസാനത്തോടെ ചൈനയിലെ ഹ്യൂബൈ പ്രവിശ്യയിലെ വുഹാനിൽ പ്രത്യക്ഷപ്പെട്ട കൊറോണ വൈറസ് ഇന്നും ലോക ജനതയെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. 200ഓളം രാജ്യങ്ങളിലും ടെറിട്ടറികളിലുമായി പടർന്നു പിടിച്ച കൊറോണ വൈറസ് പാൻഡമിക് പ്രധാനമായും പടർന്നു പിടിച്ചത് അമേരിക്കൻ ഐക്യനാടുകൾ, ഇന്ത്യ, ബ്രസീൽ, മെക്സിക്കോ, റഷ്യ, ഇറ്റലി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 30 കോടി ജനങ്ങളെ ഇതുവരെ പിടികൂടിയ കൊറോണ 30 ലക്ഷം ജീവനെടുത്തു. ഇപ്പോൾ വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ ലോകത്ത് കൂടുതൽ സംഹാരശേഷിയോടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഉപയോഗത്തിലുള്ള വാക്സിനുകൾ പുതിയ വകഭേദങ്ങൾക്ക് ഫലപ്രദമല്ല എന്നാണ് കണ്ടെത്തൽ. കോവിഡ് പകർച്ചവ്യാധി കാലത്തിന്റെ ഒരു അടയാളമാണ്. മാത്രമല്ല, യുഗാന്ത്യത്തിനു മുമ്പുള്ള മറ്റടയാളങ്ങളിലേക്കുള്ള ഒരു പ്രവേശന കവാടം കൂടിയാണ്. മനുഷ്യജീവന്റെ നിസ്സാരതയും ക്ഷണികതയും ലോകത്ത് മനസ്സിലാക്കിക്കൊടുത്ത വൈറസിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇത് കർത്താവിനെ തേടുവാനുള്ള സമയമാണ്. കൃപയുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നീതിയുടെ മണിക്കൂറിലേക്ക് ലോകം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 91:7. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. അടയാളങ്ങൾ ദൈവസ്നേഹത്തിന്റെ മുന്നറിയിപ്പും താക്കീതുമാണ്. അവയോട് നാം പ്രത്യുത്തീകരിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെയും പാപപരിഹാര പ്രവൃത്തികളിലൂടെയുമാണ്. ജനത്തെ അനുതാപത്തിലേക്ക് നയിച്ച് യേശുവിന്റെ ദ്വിതീയ ആഗമനത്തിനായി ലോകത്തെ ഒരുക്കുകയാണ് കാലത്തിന്റെ ഈ അടയാളങ്ങളിലൂടെ. വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ അവസാനത്തിൽ ഗ്രന്ഥകാരൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. പകർച്ചവ്യാധികൾ ഒരു മുന്നറിയിപ്പാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന് മുന്നോടിയായി ദൈവം നമുക്ക് നൽകുന്ന അടയാളവും. ഇത് മാനസാന്തരത്തിനുള്ള സമയമാണ്, മടങ്ങിവരവിന്റെ കാലം. കാലത്തിന്റെ അടയാളങ്ങൾ വിവേചിച്ചറിഞ്ഞ് നാം ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട നാളുകളാണിത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ജീവിതത്തിലേക്ക് നാം മടങ്ങിപ്പോകേണ്ട നാളുകൾ. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരം അന്വേഷിക്കുന്ന മനുഷ്യനുള്ള ഉത്തരവും ഇതുതന്നെ. പശ്ചാത്താപത്തോടെ, പരിത്യാഗത്തോടെ ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. യേശുവിന്റെ വരവിനൊരുക്കമായി ലോകത്തിൽ പല അടയാളങ്ങളും ഇനിയും പ്രത്യക്ഷപ്പെടും. എന്നാൽ നാം ഒരുങ്ങിയോ? ലോകത്തെ അവന്റെ വരവിനായി ഒരുക്കിയോ? ഈ ചോദ്യത്തിന് ഉത്തരം മാത്രമേ നാം തേടേണ്ടതുള്ളൂ. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ഈ യാത്ര നമുക്ക് തുടരാം, സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ.